ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു കടലക്കറി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ചന ദാലാണ്. കടലക്കറിയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് മാറ്റി വെക്കണം. ഇതിൽ മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിച്ചത്. ഈ കടലയുടെ മുകളിൽ എത്തുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിച്ചത്. ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ചൊന്ന് വേവട്ടെ. ഗോൾഡ് കളർ, ഭയങ്കരമായിട്ട് ഗോൾഡ് കളറൊന്നും ആവണ്ട, കാരണം ഇത് അരക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന് കളർ മാറുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും അതേപോലെ ഒരു പച്ചമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തെടുത്തത്. ഇനി അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത ശേഷം ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് വേവട്ടെ. അതിനായിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. വേവുന്ന സമയം നോക്കിയിട്ട് നമുക്കിത് ഓപ്പണാക്കി നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ ഈ ഒരു പച്ച ചുവ മാറുന്നത് വരെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അന്ന് നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കിയ ശേഷം ഇത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെക്കാം. ഇതിപ്പോൾ ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായി ചൂടാറിയ ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ കടലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ച് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇത് ഒഴിച്ചു കൊടുക്കുക. ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് എല്ലാം വേവിച്ച സാധനങ്ങളാണ്, എന്നാൽ പോലും കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ കമൻറ്റും ലൈക്കും തന്നേക്കണേ. ഇനി നമുക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബാക്കി കടല കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് മാത്രമല്ലേ നമ്മൾ അരക്കാൻ ഉപയോഗിച്ചുള്ളൂ, ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടില്ലേ, അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല ഒരു കൊഴുത്ത് നല്ലൊരു സൂപ്പർ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇനി വെള്ളം ആവശ്യമെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം ചൂടുവെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് താളിച്ചെടുക്കുകയാണ്. കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് ഇതൊന്ന് താളിച്ച ശേഷം നമുക്ക് ഈ കടലക്കറിയുടെ മുകളിലേക്കായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലി നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഉപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഇനി ഞാൻ കുറച്ച് കസൂരി മേത്തി നിങ്ങളുടെ അടുത്ത് ഉണ്ടോയെങ്കിൽ കസൂരി മേത്തിയില്ലേ, ആ കസൂരി മേത്തി കുറച്ച് ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് തിരുമിയ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ സൂപ്പർ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ ഇതിലും കൂടി കൊഴുത്ത് വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഗ്രേവി ആവശ്യമുള്ളവർക്ക് ചൂടുവെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് അധികം ഗ്രേവി വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.